നാടൻ പിക്കിൾസിലേക്ക് സ്വാഗതം. നാടൻ പേരക്കയാണ് ഇന്ന് അച്ചാറിടാൻ പോണത്. ഒരു 3 പേരക്ക അച്ചാറിടണത് എണ്ണയിലോ വെളിച്ചെണ്ണയിലോ അവരവരുടെ ഇഷ്ടം പോലെ ഇടാം. അച്ചാർ എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് മതി. 3 പേരക്ക ഒരു ചെറുതായി നുറുക്കി, 4 വറ്റൽമുളക്, 3 പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയ വെളുത്തുള്ളി തൊലിച്ചത്, കറിവേപ്പിൻ്റെ ഇല 3 തണ്ട്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും ഇട്ടൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് പച്ചമുളക് ഇടുക. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പേരക്ക ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ട്സാണ്. പ്രമേഹ രോഗികൾക്കായാലും എല്ലാവർക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലൊന്ന് മൂപ്പിക്കുക. പെട്ടെന്ന് കൂട്ടുന്നതാണെങ്കിൽ 2 ദിവസമൊക്കെ വെച്ച് കൂട്ടുന്നതാണെങ്കിൽ നല്ല മൂക്കണ്ട, അല്ലെങ്കിൽ നല്ല മൂത്ത് പച്ചച്ചുവ പോവോളം നല്ലൊന്ന് മൂത്തോട്ടെ. സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. ഉലുവ പൊടിച്ചത് ഒരിത്തിരി മതി, 1/2 ടീസ്പൂൺ. കടുക് പൊടിച്ചതും 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി പാകത്തിന്. എത്രയാണ് നമ്മൾ പേരക്ക എടുത്തത്, കൂടുതൽ ഇടണമെങ്കിൽ കൂടുതൽ. ഉപ്പും പാകത്തിന്. ഉപ്പ് പിന്നെയും ചേർത്ത് കൊടുക്കുക. നല്ല വഴറ്റി എല്ലാം ഒന്ന് പാകമായി വരുമ്പോൾ സുർക്ക ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പേരക്ക ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചിട്ടും പേരക്ക ഇട്ട് കൊടുക്കുക. നല്ല വഴറ്റി വരുമ്പോൾ സുർക്ക ഒഴിച്ച്, കുറച്ച് സുർക്ക ഒഴിക്കണുള്ളൂ. നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ ഉള്ളതാണെങ്കിൽ കൂടുതൽ ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പിട്ട് വെക്കാം. ഇപ്പോൾ 2 ദിവസത്തെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ കുറച്ച് സുർക്ക ഒഴിക്കണുള്ളൂ. പിന്നെ കായപ്പൊടി കുറച്ചിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ഇട്ടാൽ അച്ചാർ ഒന്ന് ഉഷാറാവും. ചേരുവകളിൽ ഇനി രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരിത്തിരിയും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിനായ സുർക്ക ഒന്ന് വറ്റി വരുവോളം ഒരു 3 മിനിറ്റ് ഒന്ന് വേവിക്കുക. അടച്ച് വെച്ചിട്ടാണെങ്കിലും വേവിക്കാം. തുറന്ന് വെച്ചാൽ അച്ചാർ റെഡിയായി.